ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? അതെ, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നും ഞങ്ങൾ സ്കൂളിൽ പോകാൻ രാവിലെ ഇറങ്ങിയതാണ്. ഇവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരാൾ കണ്ടില്ലേ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്? വേറെ ഒന്നുമല്ല കേട്ടോ, 2-3 ദിവസം കൊണ്ട് പനിയൊക്കെ ആയി, ചെസ്റ്റിൽ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ അടിച്ച് ആളിപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു രീതിയാണ്, മാസ്കൊക്കെ ഇട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ തണുപ്പ് അങ്ങനെ മാറിയിട്ടില്ല കേട്ടോ. രാവിലെയും വൈകിട്ടൊക്കെ ഒരുപാട് തണുപ്പ് തന്നെയാണ്. പക്ഷേ ഒരു 10 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വെയിലുമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ബാംഗ്ലൂരിലെ. പിന്നെന്താ, വേറെ വിശേഷിച്ചൊന്നുമില്ല. ഇങ്ങനെ സമയമായി വരുന്നു, 6:30 ആകുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ എന്നും ഒരു 6:15 കഴിയുമ്പോൾ ഇറങ്ങുന്നതാണ് കേട്ടോ. ഇന്ന് ഇത്തിരി താമസിച്ചു, 6:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നടന്ന് പോകണ്ട, സ്കൂട്ടിയിൽ പോകാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ആളെ സ്കൂട്ടിയിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ പുറകിലിരിക്കുന്ന ആൾ തന്നെയാണ്, ആളിങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ തന്നെ എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് വീടിൻ്റെ പരിസരം എല്ലാം വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ ഞാനും രാവിലെ എഴുന്നേറ്റ് എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആളെ കൊണ്ടുവിടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇനി കൻ്റോൺമെൻറ്റിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല, നമുക്ക് റോഡിൽ വെച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളേ. അപ്പം ആളെ ഞാൻ ആദ്യം അങ്ങ് ഇറക്കി വെച്ച് ഞാൻ ഇനി ഇച്ചിരി കൂടെ ഒന്ന് സ്കൂട്ടി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വെച്ചു കേട്ടോ. ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നിർത്തിയത്. ഹെൽമെറ്റ് ഇല്ലാതെ നമുക്കിതിനുള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് വെക്കണം, കുട്ടികളാണെങ്കിൽ വേണ്ട, എന്നാലും ബാക്കിലിരിക്കുന്ന ആൾ ഹെൽമെറ്റൊക്കെ വെക്കണമെന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വന്നേ. എന്നത്തെയും പോലെ ഇന്നും ഞങ്ങൾ തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത് കേട്ടോ, ബസ്സിൽ കയറാനായിട്ട്. വന്നപ്പോൾ വീഡിയോയിൽ വ്യക്തമാവുന്നുണ്ടോയെന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നേരം വെളുത്താ വരുന്നൊരു ഒരു കാഴ്ചയാണിത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കണ്ടില്ലേ, ഒരു പ്രത്യേക ഭംഗിയാണേ. ഇപ്പോൾ ഏകദേശം നല്ല വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ താമസിച്ചാലും നമ്മൾ തന്നെയാണ് ഫസ്റ്റ് ഇവിടെ വണ്ടി കയറാൻ വന്നത് കേട്ടോ. ഇവിടെ ആൾക്ക് ഓറൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പനി നല്ലപോലെ കൂടിയതും ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാലാവസ്ഥയുടെ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. കാരണം കുറേ ഇത് ആ ഒരു വിൻ്റർ സീസൺ അങ്ങോട്ട് കഴിഞ്ഞ് വരുന്നതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. മിക്ക ആൾക്കാർക്കും പനിയും കാര്യങ്ങളുമാണ്. അങ്ങനെ വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായേ. വന്നത് ഇരുട്ട് പിടിച്ച സമയത്താണെങ്കിൽ ഇപ്പം നന്നായി വെട്ടം വീണിട്ടുണ്ട് കേട്ടോ. പേരൻസും കുട്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഇന്ന് വണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 23-ഉം 24-ഉം നമ്പർ ബസ്സുകളൊക്കെ വന്നു, അവർ കുട്ടികളൊക്കെ കയറിയിട്ടുണ്ട്. എന്നും ആദ്യം വരുന്നത് 25 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ അവർ നല്ല ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. മീൻസ് സ്കൂളിലോട്ട് പോകാൻ വരുന്നതും ലേറ്റ് ആവുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വരുന്നതും ലേറ്റ് ആവുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. BMTCയുടെ ബസ്സാണ് നമുക്കിവർ ഹയർ ചെയ്ത് തന്നിരിക്കുന്നതാണ്. നിങ്ങൾ ആദ്യത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ആദ്യമൊക്കെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പട്ടാളത്തിൻ്റെ ട്രക്ക് വണ്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പോകാമായിരുന്നു. ഇപ്പോൾ അവരതങ്ങ് നിർത്തിയത് കൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ഹയർ ചെയ്ത് തന്ന വണ്ടിയാണ്. അപ്പോൾ അതിന് ഇത്തിരി ഫീസൊക്കെ കൂടുതലാണ്, എന്നാലും നമ്മൾ വിടുന്നു. ഇപ്പോൾ 25 നമ്പർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അതിലേക്ക് കയറാൻ പിള്ളേരെല്ലാം അവിടെ ഇനി ഓട്ടമാണ്. നമുക്കറിയാമല്ലോ, കുട്ടികൾ ബസ് വന്ന് കഴിയുമ്പോൾ ഉള്ള അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൽ കയറി സീറ്റ് പിടിച്ചിട്ട് ഇരിക്കാനുള്ള ഒരു ബഹളമൊക്കെ കണ്ടില്ലേ. എൻ്റെ കുഞ്ഞുമണി അതിനകത്ത് ഓടുന്നുണ്ട്, പനിയാണെന്നൊന്നും നോക്കാതെ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടായിരിക്കും കുറച്ച് ടിപ്പ് ടോപ്പിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്ന കണ്ടില്ലേ. അവർ 10th-ലും 12th-ലെയും കുട്ടികളാണ് കേട്ടോ. അവർക്ക് ഫെയർവെൽ പാർട്ടിയോടാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 10:30 വരെയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്. അവരപ്പോൾ ഒരു 11 o'clock കഴിയുമ്പോഴേക്കും തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു 4 പീരീഡേ ഉള്ളൂ. ആൾക്ക് പോകണമെന്ന് നിർബന്ധമാണ്. പിന്നെ ഓറൽ എക്സാം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ വിടില്ലായിരുന്നു. ഒരു പനി ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും പോയി ഓറൽ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിട്ടത് കേട്ടോ. കണ്ടില്ലേ, പേരൻസ് എല്ലാവരും നിൽക്കുന്നത്, എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം ഇരുന്നോ എന്നുള്ളത്. ഞാനും അതിനിടയ്ക്ക് ഇങ്ങനെ നോക്കുവാണ്, എവിടെയൊക്കെ നോക്കിയിട്ടും ആളെ കാണുന്നില്ല, എവിടെ ഇരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അതിനകത്തോട്ട് കയറാൻ എനിക്കും ഒരു മടി. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുകയും ചെയ്തു ഹിബ എന്ത് ചെയ്യുന്നുള്ളത്.
ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ബസ്സിലൊക്കെ പോയതാണ് ഓർക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് പറയുകയും ചെയ്തു, നമ്മളിതൊക്കെ കയറ്റി വിട്ട് ബസ്സിൽ ഇരുത്തി ഒക്കെയാണ് നമ്മൾ പിള്ളേരെ വിടുന്നത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് പോയെന്ന് നമുക്കറിയാം. നടന്നു പോയിട്ടുണ്ട്, ഉന്തിത്തള്ളി പോയിട്ടുണ്ട്, ബസ്സിനും ജീപ്പിനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ പേരൻസ് ഇങ്ങനെ കയറിയത് നമ്മൾ ഈ ചെയ്യുന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളതൊക്കെ പറഞ്ഞ് അവിടെ ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എല്ലാവരും ഭയങ്കര ഇതായിട്ടാണ് കയറ്റി കുട്ടികളെ വിടുന്നത് കേട്ടോ. കയറ്റി ഇരുത്തി ബാഗ് എടുത്ത് മടിയിൽ കൊടുത്ത്, സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ അവർക്ക് ഇത്രയും കെയർ കൊടുക്കേണ്ട അവരെല്ലാം തന്നെ പഠിക്കണം. പക്ഷെ പിന്നെ നമ്മളത് തന്നെ ചെയ്യും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീണ്ടും അതൊക്കെ തന്നെ ചെയ്യും. അതൊക്കെ പോട്ടെ. ഒടുവിൽ അങ്ങനെ കണ്ടുപിടിച്ചു കേട്ടോ, ആളെ ലാസ്റ്റ് കണ്ടുപിടിച്ചു ഞാൻ. അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇനി വിടാൻ പോകണേ. പക്ഷേ കുട്ടികൾക്കെല്ലാം ഒരു പേടിയുണ്ട്, കാരണം അസംബ്ലിക്ക് മുമ്പ് അങ്ങ് ചെല്ലുമോ എന്നുള്ളത്, ചെന്നില്ലെങ്കിൽ വഴക്ക് പറയേ. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബസ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പേരൻസ് നിന്നൊരു വട്ടമേശ സമ്മേളനം ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് അത്രയും നീണ്ടു പോയില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇത്തിരി ലേറ്റ് ആണല്ലോ. ഇനി ചെന്നിട്ട് വേണ്ടേ കൊച്ചാളെ വിളിച്ചോണത്തെ ഇനി സ്കൂളിൽ വിടേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. വലിയ ആളുടെ സ്കൂളിൽ പോക്കും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും നമ്മുടെ ചാനലും ഈ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.